Hi, this is Asina Hussain and welcome to my channel. So, in this video, TikTok trending one layer makeup challenge. So, first I will concealer apply this is Lakme 95 Primer Plus Matte Liquid Concealer. This is the shade 01 Ivory. Next one, Contour. This Nykaa 07 Foundation Stick. Contour apply this. നമ്മുടെ cheekbones, നമ്മുടെ forehead and nose in the two sides apply this. Next one, Faces Canada Ultimate Pro Blendifinity Stick Blush. So, this is Passionate Pink 02 in the shade. And this one, Sis Beauty Drop and Glow Liquid Highlighter 01 Light Pink shade. Next one, Foundation Lakme 95 Primer Plus Matte Perfect Cover Foundation and 200 Neutral Nude in the shade. So, CTM process means the cleansing, toner, moisturizer and even primer apply ചെയ്ത ശേഷമാണ് ഞാൻ ഈ പ്രോസസ് ചെയ്യുന്നത്. സോ പ്രൈമർ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ആക്ച്വലി ഫൗണ്ടേഷൻ, അതിന് ശേഷം കൺസീലർ, അസിഷൻ, കോമ്പാക്ട് പൗഡർ അല്ലെങ്കിൽ ലൂസ് പൗഡർ, ബ്ലഷ്, കോൺടൂർ അങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് നമ്മൾ ചെയ്യാറ്. ബട്ട് ഇപ്പോഴത്തെ ഈ ടിക്ടോക്ക് ട്രെൻഡിങ് മേക്കപ്പ് ചാലഞ്ച് എന്ന് പറയുന്നത് വൺ ലെയർ ആണ്. മീൻസ് നമ്മൾ കൺസീലർ എവിടെയാണ് അപ്ലൈ ചെയ്യുക, ഫസ്റ്റ് അവിടെ അപ്ലൈ ചെയ്യുക, അതിനുശേഷം ബ്ലഷ്, കോൺടൂർ ആൻഡ് അതുപോലെ തന്നെ നമ്മുടെ ലിക്വിഡ് ഹൈലൈറ്റർ ആൻഡ് ഫൗണ്ടേഷൻ ഇതെല്ലാം നമ്മൾ എവിടെയാണ് അപ്ലൈ ചെയ്യുക അങ്ങനെ അപ്ലൈ ചെയ്യുക. ബട്ട് ഇത് ബ്ലെൻഡ് ചെയ്യാൻ ആൻഡ് റിയലി ഈ ടിക്ടോക്ക് ട്രെൻഡിങ് ചാലഞ്ചിങ് വീഡിയോ ശരിക്കും നമുക്ക് യൂസ്ഫുൾ ആണോ എന്നുള്ളത് ഈ വീഡിയോയുടെ ലാസ്റ്റിൽ നിങ്ങൾക്ക് അറിയും. ആക്ച്വലി നമ്മൾ ആദ്യം ഫൗണ്ടേഷൻ ഫേസ് മുഴുവൻ അപ്ലൈ ചെയ്ത ശേഷമാണ് നെക്സ്റ്റ് പ്രോസസ് കൺസീലർ അപ്ലൈ ചെയ്യുക. ബട്ട് ഇതിൽ നമ്മൾ കൺസീലർ ആൻഡ് ബ്ലഷ്, കോൺടൂർ, ഹൈലൈറ്റർ എല്ലാം നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ആ ഗ്യാപ്പ് നമ്മുടെ ഫൗണ്ടേഷൻ നമ്മുടെ ഫേസ് മുഴുവൻ ഒരുപോലെ അപ്ലൈ ചെയ്യാൻ ഈ മേക്കപ്പ് ചാലഞ്ചിങ് വീഡിയോയിൽ കഴിയില്ല. സോ നമ്മൾ ബാക്കി ഏരിയാസിലാണ് നമ്മൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുന്നത്. ആൻഡ് ഞാനിവിടെ സെറ്റിംഗ് സ്പ്രേ ആണ് യൂസ് ചെയ്യുന്നത്. സ്വിസ് ബ്യൂട്ടി സെറ്റിംഗ് സ്പ്രേ ആണ് ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത്. ഈ വൺ ലെയർ മേക്കപ്പ് ചാലഞ്ച് വീഡിയോയുടെ ഫസ്റ്റ് നെഗറ്റീവ് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത കൺസീലർ. ആക്ച്വലി കൺസീലർ നോർമലി നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്ത ഉടൻ തന്നെ ഡ്രൈ ആവും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് തിക്ക് ക്രീമി ടൈപ്പ് പ്രൊഡക്റ്റ് ആണ്. ബട്ട് ഈ ചാലഞ്ചിങ് വീഡിയോയിൽ നമ്മൾ ഫസ്റ്റ് ഫേസിൽ കൺസീലറാണ് അപ്ലൈ ചെയ്തത്. സോ കുറച്ച് ടൈമായി, അതുകൊണ്ട് കൺസീലർ നല്ലപോലെ ഫേസിൽ ഡ്രൈ ആയി കഴിഞ്ഞു, അത് ബ്ലെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ ഡാം ബ്യൂട്ടി ബ്ലെൻഡർ യൂസ് ചെയ്താലും നമുക്ക് കൺസീലർ നല്ലപോലെ ഡാബ് ചെയ്യാൻ കഴിയില്ല. സോ അതുകൊണ്ടാണ് ഞാനിവിടെ സെറ്റിംഗ് സ്പ്രേ യൂസ് ചെയ്തത്. സെറ്റിംഗ് സ്പ്രേ ചെയ്ത ശേഷം നമ്മൾ കൺസീലർ വളരെ വേഗം നമുക്ക് വളരെ ഈസിയായി ഇതുപോലെ നമുക്ക് ഡാബ് ചെയ്തിട്ടെടുക്കാം. ഈ വൺ ലെയർ മേക്കപ്പ് ചാലഞ്ച് വീഡിയോ റിയലി നിങ്ങളുടെ നോർമൽ ലൈഫിൽ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹമുള്ളവർ, യൂട്യൂബ് വീഡിയോക്ക് വേണ്ടിയിട്ടല്ല, നിങ്ങൾ റിയൽ ലൈഫിൽ ചെയ്യാൻ ആഗ്രഹമുള്ളവർ ജസ്റ്റ് പ്രൊഡക്ട്സ് കുറച്ച് മാത്രം എടുക്കാവൂ. നിങ്ങൾ ഇത് ബ്ലെൻഡ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഡാം ബ്യൂട്ടി ബ്ലെൻഡർ യൂസ് ചെയ്യണം. ഇത് ബ്ലെൻഡ് ചെയ്യുന്നതിന് മുമ്പ് സെറ്റിംഗ് സ്പ്രേ യൂസ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ വൺ ലെയർ മേക്കപ്പ് ചാലഞ്ച് വളരെ ഈസി വീഡിയോ ആണ്, നമുക്ക് പ്രൊഡക്ട്സ് എല്ലാം ഫേസിൽ ഒരുപോലെ അപ്ലൈ ചെയ്യുക, എല്ലാ പ്രൊഡക്ട്സും ഫൗണ്ടേഷൻ, കൺസീലർ, ബ്ലഷ്, കോൺടൂർ എല്ലാം അപ്ലൈ ചെയ്യുക ആൻഡ് ഡാം ബ്യൂട്ടി ബ്ലെൻഡർ യൂസ് ചെയ്ത് വളരെ ഈസിയായി വളരെ കുറച്ച് സമയം മാത്രം എടുത്ത് നമുക്ക് മേക്കപ്പ് ലുക്ക് ക്രിയേറ്റ് ചെയ്യുക എന്ന് വിചാരിക്കുന്നുണ്ടാവും. ബട്ട് നമ്മൾ നോർമൽ മേക്കപ്പ് ലുക്ക് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര ടൈം എടുക്കുമോ അതിൻ്റെ ഡബിളാണ് നമുക്ക് ഈ ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ എടുക്കുന്നത്. ഞാൻ ഓൾറെഡി 2 ടൈംസ് ഈ സെറ്റിംഗ് സ്പ്രേ യൂസ് ചെയ്ത് ആൻഡ് ലാസ്റ്റ് ഒരിക്കലും കൂടി യൂസ് ചെയ്യാണ്. കാരണം നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്ത മേക്കപ്പ് പ്രൊഡക്ട്സ് എല്ലാം നല്ലപോലെ സ്മജ് അല്ലെങ്കിൽ ഫൗണ്ടേഷൻ വേഗം കേക്കി ലുക്കാവും, പാച്ചസ് വരും. സോ അതുകൊണ്ടാണ് സെറ്റിംഗ് സ്പ്രേ ഒരിക്കലും കൂടി യൂസ് ചെയ്യുന്നത്. ആൻഡ് ഈ വൺ ലെയർ മേക്കപ്പ് ചാലഞ്ചിൻ്റെ തേർഡ് നെഗറ്റീവ് പോയിന്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ മേക്കപ്പ് ലോങ് ലാസ്റ്റിംഗ് ചെയ്യാവുന്ന ഒരു മേക്കപ്പ് അല്ല. കാരണം ഇത് കൂടുതൽ ടൈം കേക്ക് ആവാതെ സ്മജ് ആവാതെ നമ്മൾ എത്ര സെറ്റിംഗ് സ്പ്രേ യൂസ് ചെയ്താലും മേക്കപ്പ് ഫിക്സർ യൂസ് ചെയ്താലും ഈ പ്രൊഡക്റ്റ് നമ്മുടെ ഫേസിൽ മീൻസ് ഈ മേക്കപ്പ് ലുക്ക് ലോങ് ലാസ്റ്റിംഗ് ചെയ്യില്ല. ഫേസിൽ അപ്ലൈ ചെയ്ത എല്ലാ മേക്കപ്പ് പ്രൊഡക്ട്സ് സെറ്റിംഗ് സ്പ്രേ ആൻഡ് ഡാം ബ്യൂട്ടി ബ്ലെൻഡർ യൂസ് ചെയ്ത് നല്ലപോലെ ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞു. ആൻഡ് ലാസ്റ്റ് വൺ ബ്ലൂ ഹെവൻ മേക്കപ്പ് ഫിക്സർ ആണ് യൂസ് ചെയ്യുന്നത്. അത് ഡ്രൈ ആയതിനു ശേഷം ലൂസ് പൗഡർ അല്ലെങ്കിൽ കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്ത് നമ്മുടെ മേക്കപ്പ് പ്രൊഡക്ട്സ് എല്ലാം കേക്ക് ആവാതെ സ്മജ് ആവാതെ നമുക്ക് സെറ്റ് ചെയ്തിട്ടെടുക്കാം. ബട്ട് ഈ ടിക്ടോക്ക് ട്രെൻഡിങ് മേക്കപ്പ് ചാലഞ്ച് വൺ ലെയർ മേക്കപ്പ് ചാലഞ്ച് വീഡിയോയുടെ പർപ്പസ് എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. മീൻസ് നമ്മൾ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ ഡിഫറെൻറ്റ് മേക്കപ്പ് ലുക്കൊന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല.
ആൻഡ് നെക്സ്റ്റ് വൺ നമ്മൾ വളരെ കുറച്ച് സമയമല്ല എടുത്തത്. നമ്മൾ നോർമൽ മേക്കപ്പ് ചെയ്യുന്നതിന് ഡബിൾ ടൈം എടുത്തിട്ടാണ് നമ്മൾ എല്ലാ പ്രൊഡക്ട്സ് ബ്ലെൻഡ് ചെയ്തത്. ആൻഡ് ഇത് ലോങ് ലാസ്റ്റിക് മേക്കപ്പ് ലുക്കും അല്ല. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് വീഡിയോ.